വാർത്തകൾ തുടരുന്നു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ചുള്ളിയോട് ഡിവൈഎഫ്ഐ യൂണിറ്റിന്റെ 20ാം വാർഷികാഘോഷവും പുതിയ കൊടിമരവും സ്ഥാപിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ബാബു വീതനശ്ശേരി പതാക ഉയർത്തി. ആയിരം ശുഭ്രപതാകകൾ വാനിലുയർന്നു പറക്കുമ്പോൾ ഈ പ്രദേശത്ത് ഡിവൈഎഫ്ഐ അതിൻ്റെ മുഴുവൻ ആർജവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കൊടിമരമുണ്ടാക്കി എന്ന് മാത്രമല്ല, നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രദേശത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ മാതൃകയാകേണ്ട ഒരു യൂണിറ്റാണ് ചുള്ളിയോട് പ്രദേശത്ത് രൂപീകരിച്ചുള്ള യൂണിറ്റ്. നമ്മൾക്കറിയാം, ഈ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ യൂണിറ്റ് സ്വന്തമായി ഒരു ഓഫീസ് ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾക്കറിയാം, 43 ലക്ഷത്തോളം ആളുകളെ അംഗങ്ങളാക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലാകമാനം തന്നെ 3.1% ആളുകളെ മെമ്പർമാരാക്കിക്കൊണ്ട് മെമ്പർഷിപ്പുള്ള ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ. ചടങ്ങിൽ ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് രജീഷ് അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഐ പഞ്ചായത്ത് സെക്രട്ടറി ഹമീദ് ലപ്പ, ശ്രീജിത്ത്, കെ ഷാജി, സത്യൻ, SFI ഏരിയ പ്രസിഡന്റ് സനോജ്, സന്തോഷ്, ഉണ്ണി, ഷിജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോൺഗ്രസിൽ നിന്നും ഡിവൈഎഫ്ഐയിലേക്ക് ചേർന്ന CT ശ്രീജിത്തിന് സ്വീകരണവും നൽകി. യോഗത്തിൽ M സുജീഷ് സ്വാഗതം പറഞ്ഞു. മേഖലയിൽ കെ കരുണാകരൻ അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഒരു യുവാവ് തന്റെ ലീഡറുടെ മുഖം ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്ത് ലീഡറുടെ മകൻ K മുരളീധരന് നൽകി. നിലമ്പൂരിൽ ചരിത്രം ആർട്സ് നടത്തുന്ന ഷാനവാസാണ് തന്റെ കലാബിരുദമായി തിരുവനന്തപുരം MLA ക്വാർട്ടേഴ്സിൽ എത്തിയത്. കലയെ ഏറെ സ്നേഹിച്ചിരുന്ന കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ ആചാര്യന് മുന്നിൽ തന്റെ കഴിവ് പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു ഷാനവാസിന്റെ അഭിലാഷം. അതിനായി ലീഡറുടെ മുഖം ഗ്രാനൈറ്റിൽ തീർക്കുവാനും ഷാനവാസ് ആരംഭിച്ചു. എന്നാൽ ഇതിനിടെ ലീഡറുടെ അകാല വിയോഗം ഷാനവാസിന്റെ പ്രതീക്ഷകളെ തകർക്കുകയായിരുന്നു. ലീഡറുടെ സ്മരണ എന്നവണ്ണം സൂക്ഷിച്ച തന്റെ സൃഷ്ടി ലീഡർക്ക് നൽകുവാനായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മകന് നൽകുവാൻ ഷാനവാസ് തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി തന്റെ സുഹൃത്തുക്കളായ VA സലാം, ES മുജീബ്, സുനിൽ അരുവക്കോട്, സൈഫുദ്ദീൻ ഏനാന്തി, അയ്യൂബ് എന്നിവരെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. തുടർന്ന് K മുരളീധരൻ MLAയെ ക്വാർട്ടേഴ്സിൽ ചെന്ന് കണ്ട് 23-ാം തീയതി ഷാനവാസ് തന്റെ കരവിരുത് മുരളീധരന് കൈമാറുകയായിരുന്നു. ഒരുപറ്റം അധികൃതർ ലീഡറുടെ സ്മരണ ഉയർത്തുന്ന വസ്തുക്കൾ വിറ്റ് 1ാം ചരമവാർഷികം ആഘോഷിച്ചപ്പോൾ ലീഡറുടെ സ്മരണകൾ അണികൾക്കുള്ളിൽ ഇനിയും ചോർന്നു പോയിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ഷാനവാസിന്റെ കരവിരുത്. അകമ്പാടം ഇടിവണ്ണയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചത് സയനൈഡ് അകത്ത് ചെന്നെന്ന് പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ 7 മണിയോടെ നിലമ്പൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. 9 മണിയോടെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടവും നടത്തി. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് ഇടിവണ്ണ ഗവൺമെന്റ് LP സ്കൂളിന് സമീപം ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും 2 മക്കളും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വലിയവീട്ടിൽ ഗോവിന്ദൻകുട്ടി, ഭാര്യ ശ്രീജ, മക്കളായ അക്ഷയ, ആദിത്യൻ എന്നിവരാണ് മരിച്ചത്. വീട്ടിനുള്ളിലെ ഹാളിൽ അച്ഛനും അമ്മയ്ക്കുമിടയിൽ മക്കൾ 2 പേരും നിലത്ത് കിടക്കവിരിയിലാണ് കിടന്നിരുന്നത്. മൃതദേഹങ്ങളുടെ അടുത്ത് വിഷക്കുപ്പി, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ, ശീതളപാനീയം, കത്തുകൾ എന്നിവ കണ്ടെത്തിയിരുന്നു. ഇന്ന് രാവിലെ 7 മണിയോടെ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടത്തി. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് എത്തിയിരുന്നു. സയനൈഡ് അകത്ത് ചെന്നതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സ്വർണ്ണ പണിക്കാരനായിരുന്ന ഗോവിന്ദൻകുട്ടിക്ക് സയനൈഡ് ലഭിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മൃതദേഹങ്ങൾ രാവിലെ 7 മണിയോടെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ശരീരാവയവങ്ങളുടെ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കും. വ്യാഴാഴ്ച രാത്രിയിലാകാം വിഷം കഴിച്ചതെന്നാണ് നിഗമനം. വ്യാഴാഴ്ച ശ്രീജയും കുട്ടികളും സ്കൂളിൽ പോയിരുന്നു. വെള്ളിയാഴ്ച മുതൽ ശ്രീജയെ കാണാതായതോടെ ഇവരുടെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും കിട്ടിയിട്ടില്ല. ഇക്കാരണങ്ങൾ കൊണ്ടാണ് വ്യാഴാഴ്ച രാത്രിയിലാകാം സംഭവം നടന്നതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത്. അകമ്പാടം ഇടിവണ്ണയിൽ വലിയ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കുടുംബത്തിനുണ്ടായ ദുരന്തം ക്രിസ്തുമസ് ദിനത്തിലും നാടിനെ കണ്ണീരിലാഴ്ത്തി. ഉച്ചയ്ക്ക് 2:30യോടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അകമ്പാടം ഇടിവണ്ണ നിവാസികൾക്കും വലിയവീട്ടിൽ ഗോവിന്ദൻകുട്ടിയും കുടുംബത്തെയും അടുത്തറിയാവുന്നവർക്കും ഈ വർഷത്തെ ക്രിസ്മസ് വേദനാജനകമായിരുന്നു.
2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേരുടെ ചേതനയേറ്റ ശരീരം നാടിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി. ഗോവിന്ദൻകുട്ടി ഇടിവണ്ണയിലെ റൈസ് മിൽ ഉടമയും ശ്രീജ നിലമ്പൂർ PV's മോഡൽ സ്കൂളിലെ കമ്പ്യൂട്ടർ അധ്യാപികയുമായിരുന്നു. കുട്ടികളായ അക്ഷയും ആദിത്യനും ഈ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളായിരുന്നു. ഗോവിന്ദൻകുട്ടിയുടെ കുടുംബം സാമ്പത്തികമായും വലിയ മോശമില്ലായിരുന്ന അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. കമ്പ്യൂട്ടർ അധ്യാപിക ശ്രീജയുടേത് സൽസ്വഭാവവും നല്ല പെരുമാറ്റ രീതിയുമായിരുന്നുവെന്ന് അയൽവാസികളും സഹപ്രവർത്തകരും പറയുന്നു. 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ അക്ഷയും UKG വിദ്യാർത്ഥിയായ ആദിത്യനും പഠിക്കുവാൻ മിടുക്കരായ കുട്ടികളായിരുന്നുവെന്നാണ് അധ്യാപകരുടെ സാക്ഷ്യം. ഇവരുടെ കുടുംബത്തിലുണ്ടായ ദുരന്ത വാർത്ത ഞെട്ടലോടെയാണ് പുറം ലോകം അറിഞ്ഞത്. വിവരം അറിഞ്ഞതു മുതൽ ഇടിവണ്ണയിലെ ഇവരുടെ വീട്ടിലേക്ക് ആളുകളുടെ ഒഴുക്കായിരുന്നു. നാട്ടുകാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, കുട്ടികളുടെ കൂട്ടുകാർ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ സ്ഥലത്തെത്തി. ശവസംസ്കാരത്തിനും നിരവധി പേർ സാക്ഷ്യം വഹിച്ചു. SSLC പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിന് പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രത്യേക പരിശീലനം നടത്തുന്നു. ഡിസംബർ 28-ന് ചതുർദിന ക്യാമ്പോടെയാണ് പരിശീലനം ആരംഭിക്കുക. SSLC വിജയശതമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര പരിശീലന പദ്ധതിയുടെ ഭാഗമായാണ് ക്രിസ്മസ് അവധിക്കാലത്ത് ചതുർദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വിജയബേരി പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ വിഷയാധിഷ്ഠിത പഠനങ്ങൾക്ക് പുറമെ കലാകായിക മത്സരങ്ങളും പ്രമുഖ വ്യക്തികളുമായുള്ള സംവാദവും നടക്കും. 4 ദിവസമായി നടക്കുന്ന ക്യാമ്പിൽ തിരക്കഥാകൃത്തും നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനുമായ ആര്യാടൻ ഷൗക്കത്ത്, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ KP ജൽസിമിയ, ജില്ലാ പഞ്ചായത്ത് അംഗം P ഖാലിദ്, അമരമലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ബഷീർ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ ശിവദാസൻ ഉള്ളാട്, ഗ്രാമപഞ്ചായത്ത് അംഗം PV സിന്ധു എന്നിവർ കുട്ടികളുമായി സംവദിക്കും. പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും SSLC പരീക്ഷ എഴുതുന്ന 553 വിദ്യാർത്ഥികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുക. പരിശീലനത്തിന് പ്രധാന അധ്യാപകൻ തോമസ് K എബ്രഹാം, വിജയബേരി കോർഡിനേറ്റർ VP സുബൈർ, PU ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകും. പൂക്കോട്ടുംപാടം ICC ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചലഞ്ചേഴ്സ് വണ്ടൂർ മൈലാടിയെ തോൽപ്പിച്ച് കിരീടം നേടി. സമ്മാന ചടങ്ങിൽ നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ പങ്കെടുത്തു. ICC ക്ലബ്ബ് പൂക്കോട്ടുംപാടം സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചലഞ്ചേഴ്സ് വണ്ടൂർ മൈലാടിയെ തോൽപ്പിച്ച് കിരീടം നേടി. തുടർന്ന് നടന്ന സമ്മാനദാന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പങ്കെടുത്തു. വിജയികൾക്കുള്ള ട്രോഫി ശ്രീ NA കരീം വിതരണം ചെയ്തു. ചടങ്ങിൽ PT ഉമ്മർ, KC വേലായുധൻ, പന്തപ്പുലാൻ മുഹമ്മദ്, PV അപ്പുക്കുട്ടൻ, പവിത്രൻ മാസ്റ്റർ, കൈനോട്ട് അലി, പൊറ്റേങ്ങൽ നിഷാദ്, ഹുവൈരിസ് P, അമീർ P, നിഷാദ് K എന്നിവർ പങ്കെടുത്തു. KNM വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൂറ്റമ്പാറ സലഫി മദ്രസയുടെ 7ാം വാർഷിക സമ്മേളനം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ MA റസാഖ് നിർവഹിക്കും. ചടങ്ങിൽ സാജിദ് തിരൂരങ്ങാടി മുഖ്യപ്രഭാഷണം നടത്തും. ആഘോഷ പരിപാടികൾ മെയ് മാസം വരെ നീണ്ടുനിൽക്കും. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ 43ാമത് നിലമ്പൂർ താലൂക്ക് സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 27-ാം തീയതി എടക്കരയിൽ നടക്കുന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി M ഉമ്മർ ഉദ്ഘാടനം ചെയ്യും. അമരമ്പലം കൃഷിഭവനിൽ ശീതകാല പച്ചക്കറികളായ കാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ തൈ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 04931222 574. ഇനി കമ്പോള നിലവാരം. നാലാം ഗ്രേഡ് റബ്ബറിന് കൊച്ചി മാർക്കറ്റിൽ കിലോഗ്രാമിന് 201 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. ഇന്ന് അവധിയായതിനാൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. സ്വർണം ഗ്രാമിന് 2590 രൂപ, പവന് 20,720 രൂപ, വെള്ളി ഗ്രാമിന് 52 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുപ്പിറവിയുടെ സന്ദേശവുമായി ക്രൈസ്തവ സമൂഹം ഇന്ന് ക്രിസ്തുമസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിലെ ചടങ്ങുകൾക്ക് ശേഷം പ്രത്യേക ചടങ്ങുകളോടെയാണ് ക്രിസ്തുമസിനെ വരവേറ്റത്. ലഹരി വിരുദ്ധ സമൂഹം കാലത്തിന്റെ അനിവാര്യതയാണെന്ന് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG മറിയക്കുട്ടി. മമ്പാട് MES കോളേജിൽ സപ്തദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ക്രിസ്തുമസ് ആഘോഷം തടസ്സപ്പെടുത്തിയ മാനേജ്മെന്റ് നടപടികൾക്കെതിരെ വിവിധ സംഘടനകൾ രംഗത്ത്. DYFI, SFI പ്രവർത്തകരാണ് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്.
കെ കരുണാകരന്റെ മുഖം ഗ്രാനൈറ്റിൽ കൊത്തി നിലമ്പൂർ സ്വദേശി ശ്രദ്ധേയനാകുന്നു. നിലമ്പൂർ ചരിത്രം ആർട്സ് നടത്തുന്ന ഷാനവാസാണ് കരവിരുതുമായി രംഗത്തെത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.